ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വേലക്കാർ, കർത്താവിൻ്റെ വിളി നമ്മളെ ലോകത്തിലുള്ള സമസ്ത മേഖലകളിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ഒരു കൂട്ടർക്ക് വേണ്ടിയോ നമുക്ക് വേണ്ടിയോ മാത്രമല്ല. ആ വിശാലമായ കാഴ്ചപ്പാടിലാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതാണ് അവിടെ കർത്താവിൻ്റെ അടുക്കൽ വന്ന കനാന്യ സ്ത്രീയോട് കർത്താവിൻ്റെ സമീപനത്തിൽ ഇസ്രയേലിലൂടെ വിശ്വാസം കണ്ടിട്ടില്ല. അവളുടെ വിശ്വാസം വലിയതായത് കൊണ്ടാണ് അവളുടെ മകൾക്ക് സൗഖ്യം കൊടുക്കാൻ സാധിച്ചത്. യേശുവിൻ്റെ ആ വിശാലമായ കാഴ്ചപ്പാടില്ലായിരുന്നെങ്കിൽ അവളുടെ മകൾക്ക് സൗഖ്യം കിട്ടുകയില്ലായിരുന്നു. അതുപോലെ ആർക്കും യേശുവിൻ്റെ അടുക്കൽ വരാമെന്നുള്ള വലിയൊരു സത്യം കൂടെ അതിൻ്റെ അടുക്കലുണ്ട്. പലപ്പോഴും ഇന്ന് നമ്മുടെ അടുക്കൽ ആളുകൾക്ക് വരാൻ സാധിക്കാത്ത തരത്തിൽ നമ്മൾ അകന്നു കഴിയുന്നവരാണോ, അല്ലെങ്കിൽ അവരിൽ നിന്നും വളരെ വിദൂരതയാണോ നമ്മൾ? അവരുമായിട്ട് ബന്ധമില്ലാത്തവരാണെങ്കിൽ നമ്മളടുത്തേക്ക് ആർക്കും വരാനൊക്കെയല്ല. ആ ബന്ധത്തിലാണ് ആളുകൾക്ക് നമ്മൾക്ക് അടുക്കൽ വരാൻ സാധിക്കും. അപ്പോൾ അപ്രകാരമുള്ള ആ വലിയ ബന്ധത്തിൻ്റെ അവസ്ഥ വരുമ്പോഴാണ് അവിടെ ജാതിയോ മതമോ ചിന്തകൾക്ക് അതീതമായി സഭകളോ സഭാവിഭാഗങ്ങളോ ഒക്കെ അതീതമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അവിടെയാണത് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ ദൃശ്യമായ സാന്നിധ്യമുണ്ടായിരുന്നു. യേശു കർത്താവ് സാധ്യമാക്കി തീർത്തതുപോലെയുള്ള ആ കനാന്യ സ്ത്രീയോട് യേശു കാണിച്ച അതേ മനോഭാവം ഞങ്ങൾക്കും ലോകത്തോട് കാണിക്കുവാൻ, ഒന്ന് കേൾക്കുവാൻ, അറിയുവാൻ, അവർക്ക് വേണ്ടി ചെയ്യുവാൻ, അപ്രകാരം ഞങ്ങളുടെ മുമ്പിലെത്തുന്ന വിശ്വാസമുള്ള ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, വക്കീലന്മാർ, ഫോട്ടോഗ്രാഫേഴ്സ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിയോരങ്ങളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവൻ നയിക്കുന്നവർ, ജയിലുകളിൽ കഴിയുന്നവർ, സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആരോഗ്യമില്ലാത്തവർ, അനാരോഗ്യമുള്ളവർ, ആശുപത്രിയിൽ ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫംഗങ്ങൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണയുടെ കൃപയുടെ സ്പർശനം ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ,